ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായി, നമ്മളൊരു പെറ്റിനെ വാങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളന്ന് റിസർവ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പെറ്റിനെ കണ്ട് സെലക്ട് ചെയ്തിട്ട് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോവാം? ആ പെറ്റിനെ എടുക്കാൻ. ഓക്കെ, അപ്പോൾ പെറ്റിനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. ഇപ്പോൾ 3 മാസമായേ. അപ്പോൾ പൂച്ച, ഒരു പൂച്ചക്കുട്ടിയാണ്. പേരെന്തട്ടേക്ക് നമ്മൾ ഓക്കെ, നമ്മൾ ഇട്ടേക്കുന്ന പേര് പൂക്കി എന്നാണ് കേട്ടോ. അപ്പോൾ പൂക്കിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൂക്കിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അല്ല, പൂക്കിയുടെ പഴയ വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൊളീഗിൻ്റെ പൂച്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരായിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. 4 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. 2 ആണും 2 ഗേൾസ്. അപ്പോൾ നമ്മളെടുത്തേക്കുന്ന ഒരു ഗേള് പൂച്ചക്കുട്ടിയാണ്. ഇപ്പോൾ 3 മാസമായി. അപ്പോൾ നമ്മളിപ്പോൾ അതേ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോയ്സ് പെണ്ണുങ്ങളൊക്കെ ചബ്ബിയാണ്. മുഖമൊക്കെ ഇത്രയുണ്ട്, മറ്റേ കാവളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണം ഉണ്ട. നമ്മുടെ പൂച്ചനെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഷേപ്പുള്ള പൂച്ച. നല്ല ഭംഗിയാണ് നമ്മളെ പൂച്ചനെ കാണാൻ. ഭയങ്കര ഇഷ്ടമായിട്ട് പൂച്ചനെ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അങ്ങോട്ട്. നമ്മൾ ഇപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പോയി പൂച്ചക്കുട്ടീനൊക്കെ എടുത്ത് തിരിച്ചു പോകണം. കളിച്ച് എനിക്ക് പൂച്ചക്കുട്ടീനെ എടുക്കണ, എനിക്ക് പണ്ട് പോയപ്പോൾ കുഴപ്പമുണ്ടായില്ല. കാരണം ആദ്യമായിട്ട് കാണാൻ പോവാണ്ട് 2 മണിക്കൂറൊന്നും എനിക്ക് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പം ഇത് 1 മണിക്കൂർ തീരാത്ത ഇത്ര നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് അറിയിട്ട് തീരുള്ള സമയം. അന്ന് പോയിട്ട് ഡും 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 കഴിഞ്ഞ് ഇപ്പം കഴിയണേ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നമ്മൾ പോകുന്നത്. ഫുള്ള് കാടാണ്, ഒരു കൺട്രി സൈഡാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. കുറെ പശുവിനെയും കണ്ട്, കുതിരേനെയും കണ്ട്, ആടിനെയും കണ്ട്. 2 ആട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി പൂച്ചക്കുട്ടീനെ എടുത്തിട്ട് കാണാം കേട്ടോ. നമുക്ക് പൂക്കീനെ എടുത്തിട്ട് വരാം. ഓക്കെ, പൂക്കീനെ എടുത്തിട്ട് വരാം. രണ്ടാമത്തെ പ്രാവശ്യം കാണാൻ. പക്ഷെ നമ്മളത് ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ 2ാമത്തെ പ്രാവശ്യം നമ്മൾ പൂച്ചനെ കാണാൻ പോകുന്നതാണ്. ഇത് ശരിക്കും ഇവിടുത്തെ ഒരു കൺട്രി സൈഡാണ് കേട്ടോ. അതായത് ഫ്രഞ്ച് സ്പീക്കിങ്ങിൻ്റെയും ജർമ്മൻ സ്പീക്കിങ്ങിൻ്റെയും ഇടയിലുള്ളൊരു സൈഡും കൂടെയാണ്. നമ്മളൊരു തമിഴ്നാട് കേരള ബോർഡറൊക്കെ പോലെയുള്ളൊരു സ്ഥലമാണിത്. അതായത് 2 ലാംഗ്വേജും ഇവിടെ കൂടുതലായിട്ടും 2 ലാംഗ്വേജും സംസാരിക്കും ആൾക്കാർ, ജർമ്മനും ഫ്രഞ്ചും. പിന്നെ ഇതാണ്ട ഫുള്ള് ബോട്ടുകളുടെയൊക്കെ സ്ഥലമാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ലേക്കൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം. പക്ഷെ എനിക്കിപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ ഗൈസ് പോകുന്നത്. ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു ചെറിയൊരു ബാഗും കൂടി ഉണ്ടാവും. എന്നിട്ട് അതിനുള്ളിൽ എക്സൈറ്റ്മെന്റ് കാരണേ ഒരു രക്ഷയില്ല, കണ്ണ് നിറയുന്നുണ്ട്. നമ്മളങ്ങനെ വീട് എത്തിയിട്ടുണ്ട്. അവരുടെ ഈ കാണുന്നതാണ് കേട്ടോ വീട്. എന്താണ് മുസ? എനിക്കൊന്നും പറയാറില്ല. മുസ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്.
ഇതാണ് കേട്ടോ വീട്. അടിപൊളി വീടാ. ഒരാള് ഇവിടെ. പേടുത്തൂരയാണല്ലോ. On a demandé la vie, est-ce que c'est préconisé, est-ce que c'est autorisé? നമ്മുടെ പൂക്കളെടുത്താണ് Oui, si elle veut, mais Black. normalement, c'est pas raison, c'est- TV സ്റ്റാൻഡുകള്. si elle veut jouer. ഇത് TV സ്റ്റാൻഡിലിരിക്കും. അവൾക്ക് വരാനേ പേടി. ഇല്ലല്ലോ. അവിടെ എല്ലാം ഫ്രൈ അടിച്ച ഉടുപ്പ് കാണിച്ചു കൊടുക്കുന്നേ. All four came the same color, almost same. Yeah, almost same. Yeah. Tu ajustes dès que ça grandit. Vous êtes Ok. triste, hein. Vraiment triste, hein. Vraiment perte. Non, non, ici. ഇനി കുഴപ്പമില്ല, ഇനി കണ്ടുപിടിക്കാം. നമ്മൾ പൂച്ചേനെ എടുക്കാൻ പോയപ്പോൾ തന്നെ ഇവർ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ. പൂച്ചക്കുട്ടീനെ കൊണ്ടുപോകണതിൻ്റെ ഭയങ്കര സങ്കടവും ഭയങ്കര കരച്ചിലും ആയിരുന്നു ഇവരെ. I think so she understood us. Yeah. Hey, don't cry now. So now it's okay for her. Thank you so much. Don't cry. It's okay. അങ്ങനെ നമ്മളതേ നമ്മുടെ പൂക്കിയായിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് പൂക്കി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എല്ലാം ചുറ്റും നോക്കുകയാണ് കേട്ടോ, എന്താ സംഭവിക്കണേന്ന് പൂക്കിക്ക് മനസ്സിലാവുണ്ടായില്ല. പിന്നെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര കാമായിട്ട് തന്നെ ആളിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് കരയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തടവി കൊടുത്തപ്പോഴത്തേക്കും ആൾ സെറ്റായിട്ടുണ്ടായിരുന്നേ. എന്താണ് മൊസേ? എന്ത് സ്ക്രാച്ച് കാണിച്ച കയ്യില് ഫസ്റ്റ് വെൽക്കമിങ് സ്ക്രാച്ച്. പൂക്കി മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അതിന് നഖം കൊള്ളും. നമ്മുടെ ഒന്ന് ചാടില്ലേ പൂച്ച, നമ്മക്കുണ്ടല്ലോ. കാണിച്ചു അപ്പനുണ്ടാ എന്താണ് നോക്കി നടക്കണേ? എപ്പോഴാണ് സ്ഥലം? നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ
ഫ്രണ്ടിൽ നിന്ന് മാറിക്കരുത്, ഫ്രണ്ടിൽ നിന്ന് മാറുന്നിട്ട് പോകുന്നത്. ഓക്കേ. ഓക്കെ കുട്ടി പായോ. ഇറങ്ങി ഒറ്റ ഓട്ടം പൂക്കി. പൂക്കി പൂക്കി കുഞ്ഞു, പേടിണ്ടോ? വിളിച്ചോക്കെ ഇത് കാണിച്ചു കൊടുത്തേടി. ഇങ്ങോട്ട് വാ. ഇപ്പൊ കളിയാൻ മൂട്ടില്ല, കളിക്കാൻ സുഖമില്ല. നമ്മളങ്ങനെ നമ്മുടെ പൂക്കിനെ കൊണ്ട് വീടെത്തിയിട്ടുണ്ട്. പൂക്കി വന്നിട്ട് സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടണമല്ലോ. അപ്പോൾ ആള് പേടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റാവും അല്ലേ? അമ്മൂസ് ഹാപ്പിയായി. പൂക്കി ഒരു മൂലയ്ക്ക് ഒരു പേടിച്ചിരിക്കുകയാണ്. ബാ വായോ. ബാ വാതി ചുന്തടി. അങ്ങനെ പുതിയ ആൾക്കാരെയും പുതിയ സ്ഥലവും ഒക്കെ കണ്ടിട്ട് പൂക്കി ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡ് കൊടുത്തിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പൂക്കീനെ ഒറ്റയെ വിട്ടു. ഒന്നും പൂക്കിക്ക് ഒന്നൊരു ഫീൽ വരണമല്ലോ ഇവിടെ സേഫാണ് എന്ന്. പിന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ല. പൂക്കിയുടെ ഇഷ്ടത്തിന് നമ്മൾ പൂക്കീനെ വിട്ടു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾ സെറ്റായിട്ടോ. എന്നാലും ഫുള്ള് പേടി മാറിയിട്ടില്ല, ചെറിയൊരു പേടി ആൾക്കുണ്ട്. അപ്പം നമ്മൾ പൂക്കിനെ കൊണ്ടുവന്ന ബാഗ് ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പ്രേ ഉണ്ട്, പൂച്ചകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പ്രേയാണ്. നമ്മളത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂച്ചകൾ അവിടെ തന്നെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ ഈ ബാഗിൽ ആ സ്പ്രേ അടിച്ചു. അപ്പോൾ പൂക്കിയുടെ അമ്മയും പിന്നെ 3 സിബ്ലിങ്സ് ഉണ്ട് പൂക്കിക്ക്. അവരും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അമ്മയുടെയൊക്കെ ഒരു മണം പൂക്കിക്കുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൂക്കി പോയിട്ട് ഈ ബാഗിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ആളൊരുവിധം സെറ്റായിട്ടുണ്ട്. എവിടെയും കയറാൻ പറ്റേ, സെറ്റിട്ട് ഇട്ടിട്ട് മാത്രം കയറാൻ പറ്റുള്ള. അപ്പോൾ നമ്മുടെ പൂക്കിയുടെ ബ്രീഡ് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ആണ് കേട്ടോ. അതാണ് ബ്രീഡ്. അമ്മ നല്ല ബ്ലാക്ക് കളറാണ്, എന്നിട്ടൊരു ഓറഞ്ച് കളറ് കണ്ണൊക്കെ ആയിട്ട്. അപ്പനാണെങ്കിൽ പ്യുവർ വൈറ്റും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടാണ് 4 കുട്ടികൾ ഉണ്ടായിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂക്കി ഇതേ ജീവനം കൊണ്ട് ഓടുകയാണ്. പിന്നെ ഇതേ ലിറ്റർ ട്രയലൊക്കെ കയറി എല്ലാം സെർച്ചൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. ആൾക്ക് ഒരുവിധം സേഫായി എന്ന് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കാറ്ററിയിലൊക്കെ കയറി കളിക്കാനൊക്കെ തുടങ്ങി. ആൾ നല്ല സെറ്റായി. പിന്നെ നമ്മൾ നാട്ടിലോട്ടൊക്കെ വിളിച്ച് എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുത്തു പൂക്കിനെ. നമ്മളും ഹാപ്പി, പൂക്കി ഫുള്ള് ഹാപ്പി ആയിട്ടില്ല, ഹാപ്പി ആയി വരുന്നതേ ഉള്ളൂ. 2 ദിവസം എടുക്കും എന്താണേലും. അമ്മേനെയും ബാക്കി ഇത്രയും നാൾ സൂപ്പറായി കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും പൂക്കിക്ക്. അതിൻ്റെ ഒരു സങ്കടം എന്താണേലും ഉണ്ടാവും. പിന്നെ അമ്മുച്ചേച്ചി ഉള്ളതുകൊണ്ട് എന്താണേലും കുഴപ്പമില്ല. അമ്മുച്ചേച്ചി ഫുൾ ടൈം പൂക്കിയുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ പൂക്കി സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാറ്ററി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഭയങ്കര കുഞ്ഞേതല്ലേ, ഇതിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നേ. പക്ഷെ ആൾ കൂളായിട്ട് ഓരോ സ്റ്റെപ്പും കറക്റ്റ് നോക്കി മോൾ ഭാഗം വരെയും ആൾ കയറി കേട്ടോ. കയറി കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതാണെങ്കിലും ഭയങ്കര സേഫായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവരുടെ ഈ ഒരു കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. കണ്ടോ ഇറങ്ങുന്നുണ്ടോ, സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ആൾ ഇറങ്ങുന്നത്. പിന്നെ പൂച്ചയുടെ കളറും നമ്മുടെ ഈ കാറ്ററിയുടെ കളറും സെയിം ആയതുകൊണ്ട് ആളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. 2 കാറ്ററിയും നമ്മുടെ പൂക്കിയും സെയിം കളറാണ്. ദേ ആൾ ഇറങ്ങി താഴോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ടെൻഷൻ മാറി കിട്ടിയിട്ടുണ്ടേ.
അങ്ങനെ നമ്മുടെ പൂക്കി ഇവിടെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സൗണ്ട് കുറച്ചിട്ടൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായത്. ഒരു പേടി ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പേടിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് മാക്സിമം സൗണ്ട് കുറച്ചിട്ടാണ് നമ്മൾ പരസ്പരവും സംസാരിക്കണത്. അധികം സൗണ്ടൊന്നും ഉണ്ടാക്കാതെയാണ് പൂക്കീനെ കളിപ്പിക്കുകയും പൂക്കിയുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾ കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്ക് ഇവിടെ സേഫാണെന്ന് ഫീലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ആ ഒരു വന്നപ്പത്തുണ്ടായിരുന്ന ആ ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അമ്മുമായിട്ടാണ് ഏറ്റവും കൂട്ടായിരിക്കുന്നതും ആളെ. അപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു കളി ഇതാണ് കേട്ടോ. നമ്മൾ എന്തോരം കളിപ്പാട്ട് പൂക്കിക്ക് വാങ്ങി വെച്ചേക്കുന്നതെന്നറിയോ. പക്ഷെ പൂക്കിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പുല്ലിൻ്റെ കഷ്ണമാണ്. അവൾ തന്നെ ഈ ചെടിയുടെ ഇടയിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂക്കിക്ക് കളിക്കാൻ വേണ്ടി. ഹാൻഡിലില്ലാത്തതുകൊണ്ട് നോക്കുക. അവിടെ പേര് മാറ്റി താഴത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ നമ്മുടെ പൂക്കിക്കുട്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മു ചേച്ചിയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളിപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളും പൂക്കിയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. രാത്രി ആൾ എന്താണെങ്കിലും നമ്മൾ ഉറക്കിയില്ല കേട്ടോ. നല്ല കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. മറ്റൊരു ദിവസം പൂക്കിയുടെയും നമ്മുടെയും വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.